ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ മുരളിയേട്ടൻ, ഇവിടെ സംബന്ധിക്കുന്ന ആദരണീയനായ ശ്രീ CP ബാവാജി, എന്റെ പ്രിയപ്പെട്ട യുവ സ്നേഹിതൻ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ PK നവാസ്, ഏറെ ബഹുമാനനായ ജില്ലാ UDFന്റെ ചെയർമാനും ഈ പൊന്നാനി പാർലമെന്റിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ ശ്രീ KT അജയ് മോഹൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ആദരണീയനായ ശ്രീ അഷ്റഫ് കോക്കൂർ, ഏറെ ആദരണീയയായ വനിതാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി സുഹ്റ മമ്പാട്, ശ്രീ സെയ്ദ് മുഹമ്മദ് തങ്ങളും ശ്രീ CM യൂസഫ് കെയും പ്രിയപ്പെട്ട ശ്രീ സദ്ദീഖ് പന്താവൂരും അടക്കം മറ്റെല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതായി അറിയിക്കുകയാണ്. ഇവിടെ ഈ ചങ്ങരംകുളത്ത് ഇങ്ങനെയൊരു ഗംഭീരമായ റാലിയും പൊതുസമ്മേളനവും നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി അബ്ദുസ്സമദ് സമദാനി സാഹിബിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ആദ്യം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. എനിക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഇന്ന് തൃത്താല മണ്ഡലത്തിലെ പര്യടനത്തിനിടയിലാണ് എന്നുള്ളത് കൊണ്ടാണ് അധിക നേരം ഇവിടെ ഇരിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗത്തിനൊക്കെ മുമ്പ് തന്നെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്നത്. നവാസ് അടക്കമുള്ള മികച്ച പ്രഭാഷകർ വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള പ്രസംഗവേദികളിൽ തീമഴ തീർക്കുന്ന KM ഷാജി ഇവിടേക്കൊന്ന് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറുണ്ട്, വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഇതുപോലൊരു വേദിയിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ഞാൻ വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരാളുടെ പോലും മനസ്സിൽ അതൊരു അതിശയോക്തിയായി തോന്നില്ല എന്നുള്ള 100% ഉറപ്പ് നമുക്കുണ്ട്. വലിയ ചൂടാണ്, പൊള്ളലാണ്, വേനലാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പൊള്ളലാണ് നമ്മളൊക്കെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അവിടെ ഇവിടെയും ഇരിക്കുകയാണ്. ഇതൊക്കെ സ്കൂളിൽ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴേക്കും സാമൂഹ്യ പാഠപുസ്തകങ്ങളിലൂടെ അവർക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. പക്ഷെ മോദി ഭരണം 10 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ആ വിശേഷണം പോലും ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇന്ത്യ ഈസ് നോ ലോങ്ങർ എ ഡെമോക്രസി, ഇറ്റ്സ് ജസ്റ്റ് an electoral autocracy. ഇലക്ടറൽ ഓട്ടോക്രസി, ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യം. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിശേഷണമായി ലോകരാജ്യങ്ങൾ കരുതുന്നത്. ഇലക്ഷൻ നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇലക്ഷൻ നടക്കുകയാണ്. പക്ഷെ ഇലക്ഷൻ അല്ലാതെ മറ്റൊന്നുമില്ല. ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങൾ നമ്മിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികമായ അവകാശങ്ങൾ നമ്മിൽ നിന്ന് പറിച്ചെടുക്കപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. ഞാൻ നിങ്ങളോട് ഈ മൈക്കിലൂടെ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലികമായ ഒരു അവകാശത്തിന്റെ വിനിയോഗത്തിലൂടെയാണ്. റൈറ്റ് ടു ഫ്രീ സ്പീച്ച്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇപ്പൊ പേരിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിലെ അവസ്ഥ. നിങ്ങൾ ചോദിക്കും, ഞാൻ മൈക്കിലൂടെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഏത് വരെയാണ് എനിക്ക് പ്രസംഗത്തിനുള്ള അനുമതിയുള്ളത്? നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് വരെ, അദാനിയെ വിമർശിക്കുന്നത് വരെ, ഇവർ തമ്മിലുള്ള കാട്ടുകൊള്ളകളെ നഖശികാന്തം തുറന്ന് വിമർശിക്കുന്നത് വരെ, അവർക്ക് അലോസരം സൃഷ്ടിക്കുന്നത് വരെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതല്ല എങ്കിൽ ഞാനിവിടെ ഈ ചങ്ങരംകുളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന്റെ പേരിൽ ഒരുപക്ഷെ കേസ് വരാൻ പോകുന്നത് ആസാമിലായിരിക്കും, അല്ലെങ്കിൽ ഗുജറാത്തിലായിരിക്കും, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലായിരിക്കും.
ഞാൻ അതിശയോക്തി കലർത്തി പറയുകയല്ല, നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ അനുഭവമായിരുന്നു. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടത്തിയത്. ലളിത് മോദി, നീരവ് മോദി, നരേന്ദ്രമോദി, ഈ 3 പേരും ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വിമർശനം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നീരവ് മോദിമാർക്ക്, ലളിത് മോദിമാർക്ക്, അതുപോലെ കാട്ടുകൊള്ളക്കാർക്ക് ഒത്താശ ചെയ്യുന്നു. കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചുകൊണ്ട് രാജ്യം വിട്ടുപോകാനുള്ള എല്ലാവിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. അതിനെതിരെ ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ, കർണാടകത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് ഗുജറാത്തിൽ. എന്നിട്ട് ഗുജറാത്തിലെ കോടതി അത് വിചാരണക്കെടുക്കുന്നു. അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്നു. സിദ്ദിഖ് പന്താവൂർ അടക്കമുള്ള ആളുകൾ നിയമജ്ഞനാണ്, അഭിഭാഷകരാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിയമമാണിത്, ഈ മാനനഷ്ട കേസ്. ആ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള കേസുകൾ കാലങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിയമവ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്, ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ആർക്കും 2 വർഷം കഠിന തടവ് എന്ന് പറയുന്ന ഇതിന്റെ പരമാവധി ശിക്ഷ ഒരു കോടതി വിധിച്ചിട്ടില്ല. ആദ്യമായിട്ട് 2 വർഷം കഠിന തടവിന് ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. എന്താ കാരണം? 2 വർഷം തടച്ച് ശിക്ഷിക്കണം. 1 വർഷവും 11 മാസവും 29 ദിവസവും ശിക്ഷിച്ചാൽ അതിന്റെ പേരിൽ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കളയാൻ പറ്റില്ല. അപ്പൊ 2 വർഷം തികച്ച് ശിക്ഷിക്കുകയാണ് ഈ പറഞ്ഞ വിമർശനത്തിന്റെ പേരിൽ. എന്നിട്ട് ആ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ രാഹുൽ ഗാന്ധി അപ്പീൽ പോകുന്നു ജില്ലാ കോടതിയിൽ. ഈ വിധി അവിടെ ആവർത്തിക്കുകയാണ് ജില്ലാ കോടതി. നീതി ലഭിക്കുന്നില്ല. ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നു, അവിടെയും ഇത് ആവർത്തിക്കുന്നു. ഈ അസംബന്ധ വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവെക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം നിലയ്ക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്ന ആളാണ്, ഇത് നിർത്തേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ കയ്യിന്നെടുത്ത് ഹൈക്കോടതി വക കൂടുതൽ നിരീക്ഷണങ്ങൾ ഗുജറാത്തിലെ ഹൈക്കോടതി. അതിനുശേഷം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ പോയി. ആ സുപ്രീം കോടതിയിൽ ഏറ്റവും മികച്ച അഭിഭാഷകരെ ഇറക്കി ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 വർഷം കഠിന തടവ് എന്ന് പറയുന്ന ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പിൻവലിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റേയുടെ ബലത്തിലാണ് അദ്ദേഹം വീണ്ടും വയനാട്ടിലെ പാർലമെന്റ് അംഗമായി തിരിച്ചു വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഭരണാധികാരികൾ ഇതുപോലെയുള്ള കൊള്ളക്കാർക്ക് ഒത്താശ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളുടെ അവസ്ഥ ഇതാണ് എങ്കിൽ നമുക്കൊക്കെ സുപ്രീം കോടതി വരെ ഈ പറയുന്നതിന്റെ പേരിൽ ഓരോന്നിനും കേസ് നടത്താൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ എന്താ ചിന്തിക്കുക? ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും പോണ്ട, വേറെ ഏതെങ്കിലും കാര്യത്തെ കുറിച്ചൊക്കെ വിമർശിക്കാം. മോദിക്കെതിരെ വിമർശനം വേണ്ട, അദാനിക്കെതിരെ വലിയ വിമർശനമൊന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ, പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്ന, വാമോടിക്കെട്ടപ്പെടുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. പിന്നെ എന്ത് ജനാധിപത്യം അവിടെ ഉള്ളത്? അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും നമ്മളോട് പറയുന്നത്, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം, സ്വതന്ത്രമാകണം, നീതിപൂർവകമാകണം, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തണം, ലെവൽ പ്ലേയിങ് ഫീൽഡ്, നിരപ്പാർന്ന കളിസ്ഥലം എന്ന നിലയിൽ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഇലക്ഷൻ നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടത് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുകയാണ്, മറ്റു ലോകരാജ്യങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 75 വർഷത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? വഴി കൂടെ പോകുന്നവൻ മുഴുവൻ ഇപ്പൊ ഇന്ത്യയെ ഉപദേശിക്കുകയാണ്. നമ്മൾ നാണം കെട്ടത് കേട്ട് നിൽക്കേണ്ടി വരികയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യയെ അവർ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ദാ ഇന്ത്യയെ നോക്കൂ, ഇത്രയധികം വലിയൊരു രാജ്യം, 100-130 കോടി ജനങ്ങൾ, എല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, വിവിധ മതങ്ങൾ, ജാതികൾ, വ്യത്യസ്തതകൾ, വൈജാത്യങ്ങൾ, ബഹുസ്വരതകൾ, ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ജനാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ലോകരാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നത്. ഇന്ത്യക്ക് ഇങ്ങനെ ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ എന്നാണ്
ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളെ നോക്കി മറ്റു രാജ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വഴി കൂടെ പോകണവൻ മുഴുവൻ ഇന്ത്യയെ ഉപദേശിക്കുകയാണ്. അതാണ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആകാർ പട്ടേൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ആക്ടിവിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി. ദ പ്രൈസ് ഓഫ് മോദി ഇയേഴ്സ് എന്നാണ് അദ്ദേഹത്തിന് ആ പുസ്തകത്തിന്റെ പേര്. മോദി ഭരണകാലത്തിന്റെ വില, ഈ രാജ്യം നൽകേണ്ടി വരുന്ന വില, അതാണ് പുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം 56 വിവിധ സൂചികകളെ കുറിച്ച് പറയുന്നു. ഓരോ വർഷവും ലോക രാജ്യങ്ങളിലെ വിവിധ അവസ്ഥകളെ വിലയിരുത്തിക്കൊണ്ട് ചില അന്തർദേശീയ ഏജൻസികൾ ചില പട്ടികകൾ പ്രസിദ്ധപ്പെടുത്തും. അങ്ങനെയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, വിശപ്പിന്റെ സൂചിക. ലോക രാജ്യങ്ങളിൽ പട്ടിണി എങ്ങനെയൊക്കെയാണ്, ലോകത്തിലെ 150 രാജ്യങ്ങളെ എടുത്ത് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും പട്ടിണി കുറവുള്ളത് ആരാണ്, രണ്ടാമതാണ്, മൂന്നാമതാണ്, അങ്ങനെ പട്ടികകൾ പ്രസിദ്ധീകരിക്കും. ഓരോ വിവിധ പട്ടികകളുണ്ട്. ഡെമോക്രസി ഇൻഡെക്സ് ഉണ്ട്, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉണ്ട്, മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, എൻവയോൺമെന്റ് ഇൻഡെക്സ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള 56 സൂചികകളിൽ, ഈ 56 സൂചികകളിൽ 55 എണ്ണത്തിലും കഴിഞ്ഞ 10 വർഷത്തിനകത്ത് രാജ്യം താഴേക്ക് പോയിരിക്കുകയാണ്. ചില മേഖലകളിലുള്ള വീഴ്ച വളരെ ഗുരുതരമാണ്. അങ്ങനെയുള്ള അപകടകരമായ ഒരു അവസ്ഥയിലാണ് രാജ്യത്തിലെ ജനാധിപത്യം നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഒട്ടും നിസ്സാരമായി ആരും കാണരുത്. നമുക്ക് ഈ അവസരത്തിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാതെ പോയാൽ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. അവർ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ബ്രിട്ടീഷുകാരോട് പോരാടി നേടിത്തന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ കാലത്ത് ഈ ഫാഷിസ്റ്റുകൾക്ക് നിങ്ങൾ അടിയറ വച്ചില്ലേ? ആ ചോദ്യം ഒരുപക്ഷെ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളിടത്താണ് ഈ 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി വീണ്ടെടുക്കാനുള്ള നമ്മുടെ മുമ്പിലുള്ള അവസാനത്തെ അവസരമാണ് എന്ന് വിവേകശാലികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിക്കുമോ? ഇതാണ് വെല്ലുവിളി. എളുപ്പമല്ല, വലിയൊരു സന്നാഹമാണ്. നമ്മൾ ഏറ്റുമുട്ടുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല, അല്ലെങ്കിൽ ഒരു മുന്നണിയോടല്ല. ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും സ്വന്തം പോക്കറ്റിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വേണ്ടി ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയുമില്ലാതെ ആ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന, ദുരുപയോഗിക്കുന്ന ഒരു വലിയ സംവിധാനത്തോടാണ്, ഒരു സിസ്റ്റത്തോടാണ്, ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിനോടാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസാനത്തെ മനുഷ്യനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും നോക്കൂ. ഇത് നമ്മുടെ പൊതു പ്രശ്നമാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ട സമയമല്ല. ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ വലിയ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്നത്. അതിന് മുന്നിൽ നിൽക്കുന്നവർ മാത്രമാണ് നമ്മൾ. ആ ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ട്, എന്നാൽ ആ വിനയവും നമുക്കുണ്ട്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പരസ്പരം കലഹിക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സമയമാണ്. ആ വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ നിരവധിയായ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് രൂപം നൽകിയത്. സ്ഥിരമായി മത്സരിച്ചു പോരുന്ന പല സീറ്റുകളും കോൺഗ്രസ് ഘടകകക്ഷികൾക്കായി നീക്കിവെക്കുകയാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലും. രണ്ടാം സ്ഥാനത്തുള്ള കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് മാത്രം പരാജയപ്പെട്ട ഇത്തവണ വലിയ വിജയസാധ്യതയുള്ള സീറ്റുകൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്കുന്നത് അതിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്, ഒരു ഭിന്നസ്വരം ഉണ്ടാവരുത്. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. തർക്കങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീർക്കാം. പക്ഷെ ഇത് നമുക്ക് ഒരു തരത്തിലും നമ്മുടെ വലിപ്പം കാണിക്കാനുള്ള, നമ്മളുടെ ഈഗോ മുന്നോട്ട് വെക്കാനുള്ള സമയമല്ല. ആ തിരിച്ചറിവിന്റെ പേരാണ് ഇന്ത്യ മുന്നണി. അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച്
അങ്ങ് മുംബൈയിൽ സമാപനം കുറിച്ചപ്പോ ആ ശിവാജി പാർക്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 14 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് അണിനിരന്ന് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച ഒരു ചിത്രം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിൽ സമ്മാനിച്ചപ്പോ ആ ചിത്രം നമുക്ക് നൽകിയ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഇത്തവണ നടക്കും, ഇത്തവണ നമ്മൾ നരേന്ദ്രമോദിയെ താഴെയിറക്കും. ആ ഒരു പ്രതീക്ഷാ നിർഭരമായ കാഴ്ചയ്ക്ക് പോലും ദുസ്സഹനം ഉണ്ടാക്കിയ, അതിൽ പോലും കരട് വാരിയിട്ടുകൊണ്ട് ആ കാഴ്ചയുടെ പ്രഭ ഇല്ലാതാക്കാൻ നോക്കുന്ന ചില ആളുകൾ ദൗർഭാഗ്യവശാൽ ഈ പൊന്നാനി മണ്ഡലത്തിലും ഈ കേരളത്തിലും ഇപ്പോഴും കാലഹരണപ്പെട്ട കോൺഗ്രസ് വിരുദ്ധതയുമായി കടന്നു വരുന്നു. എത്ര അപഹാസ്യമാണ്, എത്ര സഹതാപാർഹമാണ്. എന്താണ് അവർക്കുള്ള രാഷ്ട്രീയം? എന്താണ് അവരുടെ രാഷ്ട്രീയമായ പ്രസക്തി? CPM എന്ന് പറയുന്ന പാർട്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയതായി അവർ അവകാശപ്പെടുന്നു. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഗീർവാണങ്ങളാണ്, വീരവാദങ്ങളാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അതുണ്ട്, ഇതുണ്ട്, നിങ്ങളുടെ പത്രികയിൽ അതുണ്ടോ എന്ന് കോൺഗ്രസിനോടും UDF-നോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇതാ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രകടന പത്രിക അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, മറ്റു ഭാഷയിലാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിചാരണ ചെയ്യാൻ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രകടന പത്രികയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? 543 സീറ്റിലേക്ക് മത്സരം നടക്കുമ്പോ നിങ്ങൾ മത്സരിക്കുന്നത് പോലും 40ഓളം സീറ്റുകളിൽ, അതിൽ 15 സീറ്റ് ഈ കേരളത്തിലാണ്. ഒരെണ്ണം കിട്ടില്ല എന്ന് 100% എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള സീറ്റുകളിൽ അവർ ജയിച്ചു വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളാണ്. നമ്മുടെ പിന്തുണയോട് കൂടിയാണ് അവിടെയൊക്കെ മത്സരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ മുഴുവൻ സീറ്റിലും അവർ ജയിച്ചു തന്നെ വിചാരിക്കുക, മുഴുവൻ സീറ്റിലും. എന്നാൽ പോലും ഇന്ത്യൻ പാർലമെന്റിൽ 10% പോലും അവർക്ക് അംഗസംഖ്യ ഉണ്ടാവില്ല. പിന്നെ അവർ പ്രകടന പത്രിക ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ആ പ്രകടന പത്രിക അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 7 അയലത്തെത്താത്ത ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയുടെ വീരവാദങ്ങളുമായിട്ട് വരട്ടെ, നിക്ക്. നിങ്ങൾ 3 വർഷം മുമ്പ് ഈ കേരളത്തിൽ ഇറക്കിയ ഒരു പ്രകടന പത്രിക ഉണ്ടല്ലോ, ആ പ്രകടന പത്രിക നിങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി തയ്യാറാക്കിയതാണല്ലോ. ജനങ്ങൾ അത് വിശ്വസിച്ചല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വോട്ട് ചെയ്തല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടായല്ലോ. ആ 2ാം പിണറായി സർക്കാർ വന്നിട്ട് ഇപ്പൊ 3 വർഷം ആയല്ലോ. അതിലെത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കി? അതിലെത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ആദ്യത്തെ ചുവടുവയ്പുകൾ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചു? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു? ഉറപ്പെന്തായിരുന്നു? ഉറപ്പാണ് LDF-ന്റെ കൂട്ടത്തിലെ ആദ്യത്തെ ഉറപ്പ്. ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കും. അതെല്ലാ മാസവും മുടങ്ങാതെ വീട്ടിലെത്തിച്ച് നൽകും. നിലവിലുള്ള 1600-ൽ നിന്ന് 1 രൂപ കൂട്ടാൻ, 2500 പോട്ടെ, 1601 ആക്കാൻ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഉള്ള 1500 തന്നെ സമയത്ത് നൽകാൻ സാധിക്കുന്നുണ്ടോ? 7 മാസമായിരുന്നു കുടിശ്ശിക. 7 മാസം 60 ലക്ഷം മലയാളികൾക്ക് കുടിശ്ശികയായിരുന്ന തുക 11,200 രൂപയായിരുന്നു. അതിൽ 2 മാസത്തെ 3,200 ആണ് ഇപ്പൊ ഇലക്ഷൻ കാല പ്രത്യേക ഓഫറായി നൽകിയിട്ടുള്ളത്. ഇനിയും 8,000 രൂപ ബാക്കിയാണ്. ഇപ്പൊ നൽകിയിട്ടുള്ള ക്ഷേമ പെൻഷൻ ഏത് മാസത്തെയാണ്? 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലേത്. ഇനി 2023 ഡിസംബർ ബാക്കിയുണ്ട്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിയാൻ പോവാണ്. 5 മാസം 8,000 രൂപ ഓരോരുത്തർക്കും കുടിശ്ശികയാണ്. എന്നിട്ട് ഇപ്പൊ പിണറായി വിജയൻ പറയുകയാണ്, ഇത് നിങ്ങളുടെ അവകാശമൊന്നുമല്ല, ഇത് ഞങ്ങളുടെ ഔദാര്യാണ്, ഞങ്ങൾക്ക് ഉള്ളപ്പോ തരും, നിങ്ങൾക്ക് കിട്ടുമ്പോ വാങ്ങിക്കോ. വെല്ലുവിളിക്കുകയാണ്. ഇതൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഉറപ്പാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ അവകാശമൊന്നുമല്ല, ഞങ്ങളുടെ ഔദാര്യാണ്. എന്തൊക്കെയാ അവകാശം? മുഖ്യമന്ത്രിക്ക് 40 അകമ്പടി വാഹനങ്ങൾ, അതിൽ ഒരെണ്ണം പോലും കുറയ്ക്കാൻ പറ്റില്ല, അത് അവകാശമാണ്. മുഖ്യമന്ത്രിക്ക് പറക്കാൻ
80 ലക്ഷം രൂപ മാസം വാടകയ്ക്ക് ഹെലികോപ്റ്റർ വേണം, അത് അവകാശമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സ്വിമ്മിംഗ് പൂൾ വേണം, അതിന്റെ നവീകരണം വേണം, അത് അവകാശമാണ്, അത് വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. 2 നില മാത്രമുള്ള ക്ലിഫ് ഹൗസിലെ 1ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് ലിഫ്റ്റ് വെക്കണം, അത് അവകാശമാണ്, ഔദാര്യമല്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്തുണ്ടാക്കണം, അതിന് 10-45 ലക്ഷം രൂപ ചെലവഴിച്ചാൽ അതിലൊരു അപാകതയുമില്ല, അത് അവകാശമാണ്. ആ തൊഴുത്തുണ്ടാക്കുമ്പോൾ മറന്നുപോയ ചാണകക്കുഴി ഉണ്ടാക്കാൻ പിന്നെയും 4 ലക്ഷം ചെലവഴിക്കാം, ഒരു കുഴപ്പമില്ല, അവകാശമാണ്. ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റാനടക്കം കോടികൾ ചെലവഴിക്കാം, അത് അവകാശമാണ്. ക്ലിഫ് ഹൗസിന്റെ മതിലിന്റെ ഉയരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ മതിലിനേക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കോടികൾ ചെലവഴിക്കാം, അത് അവകാശമാണ്. മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകൾക്കും പേരക്കുട്ടിക്കും സർക്കാർ ചെലവിൽ വിദേശയാത്ര നടത്താൻ വേണ്ടിയുള്ള അവകാശം, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല, അത് അവകാശമാണ്, ഔദാര്യമല്ല. പാവപ്പെട്ടവന്റെ പെൻഷൻ മുടങ്ങിയാൽ നീ സഹിച്ചോ? സ്കൂളിൽ ഉച്ചഭക്ഷണം മുടങ്ങിയാൽ, അധ്യാപകർ പിരിവിട്ടെടുക്കുന്ന അവസ്ഥ മുടങ്ങി, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടങ്ങിയാൽ അത് സ്വാഭാവികം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കോളർഷിപ്പും ആനുകൂല്യങ്ങളും മുടങ്ങിയാൽ അതിനൊരു അപാകതയുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല. രോഗികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല. ആശുപത്രികളിൽ മരുന്നില്ലാതായാൽ ഒരു കുഴപ്പമില്ല. ഈ നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് കബളിപ്പിച്ച് ദ്രോഹിച്ച് എന്ത് വിധേനയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം, തുടർഭരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും 2 വർഷം ബാക്കിയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന അഹന്തയുമായി കടന്നു വരുന്ന ജനവിരുദ്ധ ഭരണാധികാരികളുടെ ചെകിട്ട തടിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ സമദാനി സാഹിബ് കഴിഞ്ഞ തവണ ഈട്ടി ജയിച്ചതിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ നമുക്ക് വോട്ട് ചെയ്യും. കാരണം അവർ ഈ ദുരിതം അനുഭവിക്കുകയാണ്, അവരും ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഈ പോക്ക് ശരിയല്ല. ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും കറക്ക് കമ്പനിയെയും തിരുട്ടു ഫാമിലിയെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള യഥാർത്ഥ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലെ വികാരമാണ്. ഇതുപോലൊരു പൊതുസമ്മേളനത്തിലേക്ക് അവര് ഒറ്റയടിക്ക് കടന്നു വന്നു വരുന്നവരില്ല. പക്ഷെ ആ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, അവിടുത്തെ അട്ടപ്പെട്ടിയുടെ ഉള്ളിൽ ഉള്ള ഒരു സ്വകാര്യതയുണ്ടല്ലോ, ഒരു സുരക്ഷിതത്വ ബോധമുണ്ടല്ലോ, അതവർക്ക് ആത്മവിശ്വാസം പകരും. അവരുടെ കൈ നീണ്ടു പോകുന്നത് സമദാനി സാഹിബിന്റെ കോണി ചിഹ്നത്തിന് നേരെയുള്ള നീല ബട്ടന് നേർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും. കാരണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്, നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ രാജ്യത്തെ ഫാഷിസ്റ്റുകളിൽ നിന്ന് വീണ്ടെടുക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക. അതിന് കഴിയുന്ന ഏക സംവിധാനം ഇന്ന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, UDF കേരളത്തിൽ നേതൃത്വം നൽകുന്ന, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ ജനാധിപത്യ ചേരിക്ക് മാത്രമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റ് ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല, സമയം അല്പം ദൈർഘ്യപ്പെടും എന്നുള്ള ഒരു ഭീതിയിൽ. പക്ഷെ 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് കേവലം മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അതിനുശേഷം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ അധികാരത്തിൽ വന്നാലാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണം തേടി അധികം ദൂരേക്കൊന്നും പോകണ്ട. നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള കർണാടകത്തിലേക്ക് നോക്കിയാൽ മതി. ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന തെലങ്കാനയിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്കറിയോ, കർണാടകത്തിൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോവാൻ തട്ടം ധരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു BJP ഭരണകാലത്ത്. ശിരോവസ്ത്രത്തിന്റെ ഉപയോഗം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരോധിച്ച ഒരു ഭരണകൂടമായിരുന്നു കർണാടകത്തിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാ അവസ്ഥയ്ക്ക് മാറ്റം വന്ന്? വേറെ എങ്ങനെയല്ല.
ആ BJP നമ്മൾ താഴെയിറക്കി. കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടായി, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി. ഈ നിയമം എടുത്തു കളഞ്ഞു ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ. അവിടെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിട്ടുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന തരത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷത്തെ പ്രത്യേകമായി വേട്ടയാടുന്നതിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു BJP. അതിന്നില്ല. കാരണം ആ BJPയെ നമുക്ക് താഴെ ഇറക്കാൻ പറ്റി. പകരം നമ്മുടെ ഒരു സർക്കാർ അവിടെ ഉണ്ടാക്കാൻ പറ്റി. അവിടുത്തെ സ്ത്രീകൾക്ക് ബസ്സിൽ കയറിയാൽ സ്വന്തം ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താൽ മതി, ആധാർ കാർഡ് കാണിച്ചു കൊടുത്താൽ മതി, വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, സൗജന്യ യാത്രയാണ്. എങ്ങനെയാണ് സാധിച്ചത്? നമ്മൾ അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. അവിടെ 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി നമ്മൾ സൗജന്യമാക്കി. എങ്ങനെയാ പറ്റിയത്? നമ്മൾ അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. 10 കിലോഗ്രാം അരി മുഴുവൻ ആളുകൾക്ക് സൗജന്യമാക്കി. എങ്ങനെയാ പറ്റിയത്? വീട്ടമ്മമാർക്ക് 2500 രൂപ മാസം തോറും അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. എങ്ങനെയാ പറ്റിയത്? നമ്മൾ അധികാരത്തിൽ വന്നു. ഇത് തന്നെയാണ് നമ്മൾ തെലങ്കാനയിൽ ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ, അവരുടെ ഈ വലിയ പ്രയാസത്തിൽ അവർക്കൊരു അത്താണിയായി മാറാൻ, ഒരു ചെറിയ സഹായ ഹസ്തം അവരിലേക്ക് നീട്ടാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് അധികാരം അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും നമുക്ക് വില കുറയ്ക്കാൻ പറ്റും. നമ്മൾ അധികാരത്തിൽ വന്നാൽ മുമ്പ് 450 രൂപയ്ക്ക് നമ്മുടെ അടുക്കളപ്പുറത്ത് എത്തിയിരുന്നത് പോലെ ഗ്യാസ് സിലിണ്ടർ ചുരുങ്ങിയ ചെലവിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സബ്സിഡിയോടുകൂടി നൽകാൻ സാധിക്കും. നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക്, ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് 1 വർഷത്തെ തൊഴിൽ അപ്രന്റീസ്ഷിപ്പ് രൂപത്തിൽ നമുക്ക് നൽകാൻ സാധിക്കും. 1 വർഷം, അതിന് 1 ലക്ഷം രൂപ അവർക്ക് വേതനം, സ്റ്റൈപ്പൻഡ് മാസം കണക്കാക്കിയാൽ ഏതാണ്ട് 8,500 രൂപ. ആ 1 വർഷം അപ്രന്റീസായി അവർ ജോലിയെടുത്താൽ ആ 1 വർഷം കൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും, അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, നെറ്റ്വർക്കിംഗ് ഉണ്ടാവും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നേരിട്ടുള്ള അറിവുണ്ടാവും. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതിനുശേഷം അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം. എല്ലാവർക്കും എല്ലാ സമയത്തും സർക്കാരിന്റെ പൂർണ്ണമായ സഹായം കിട്ടില്ല. പക്ഷെ ആദ്യത്തെ ജോലി ഉറപ്പ്, പഹലി നൗകരിക്ക് ഗ്യാരണ്ടി, അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഉറപ്പ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഉറപ്പ് നൽകുന്നു. നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ദരിദ്ര കുടുംബങ്ങളിലെ, ഇടത്തരം കുടുംബങ്ങളിലെ ഒരു സ്ത്രീക്ക് 1 വർഷം 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്ന തരത്തിൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കും. 1 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയൊന്നല്ല. നടക്കാത്ത കാര്യത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. 1 ലക്ഷം രൂപ. സ്വാഭാവികമായി സ്ത്രീകളുടെ പദവി കുടുംബങ്ങൾക്കകത്ത് പോലും വർദ്ധിക്കും. അവർക്ക് സ്വയം ഒരു ആത്മവിശ്വാസം, ഭർത്താക്കന്മാരുടെ മുമ്പിൽ വിലയും നിലയുണ്ടാവും. സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് അത് വഴിതെളിക്കും. ആ നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും, അത് ചെറുപ്പക്കാരാവട്ടെ, തൊഴിലാളികളാവട്ടെ, സ്ത്രീകളാവട്ടെ, കർഷകരാവട്ടെ, മുഴുവൻ ആളുകൾക്കും പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് നീതി ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ഭരണം നമുക്ക് ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്കറിയൂ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് നൽകിയത് 16 ലക്ഷം കോടി രൂപയുടെ ഇളവുകളാണ്. 16 ലക്ഷം കോടി കോർപ്പറേറ്റുകൾക്ക്. കർഷകർക്ക് വല്ലതും കിട്ടിയോ? സാധാരണക്കാർക്ക് വല്ലതും നൽകിയോ? ചെറുപ്പക്കാർക്ക് വല്ലതും നൽകിയോ? ഒന്നുമില്ല, വാഗ്ദാനങ്ങൾ മാത്രം. ആ കപട വാഗ്ദാനങ്ങളുടെ പേരാണ് മോഡിക്ക് ഗ്യാരണ്ടി. അതുപോലെയുള്ള ജനദ്രോഹത്തിന്റെ പേരാണ് പിണറായിയുടെ ഉറപ്പുകൾ. ഈ ഉറപ്പുകളും ഗ്യാരണ്ടികളുമല്ല, ഈ രാജ്യത്തിന്റെ ഇന്നലകളിലെ അനുഭവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ ഇവിടുത്തെ സാധാരണക്കാരെ പ്രേരിപ്പിക്കുക. ഇത് 2024 തെരഞ്ഞെടുപ്പാണ്. 20 വർഷം മുമ്പ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് 2004 ഈ രാജ്യത്ത് നടന്നിരുന്നു. ആ 20 വർഷം മുമ്പിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സഖ്യകക്ഷികളോടുകൂടി UDF എന്ന നിലയിൽ നമ്മൾ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു പ്രകടന പത്രിക നമ്മൾ പുറത്തിറക്കിയപ്പോ ആ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ ഗ്രാമീണ മേഖലയിൽ
100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കുമെന്ന് 2004 തെരഞ്ഞെടുപ്പിന് മുൻപായി ഇറക്കിയ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അന്ന് UPA എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. UPA പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ കക്ഷികൾ അവരുടെ ആവശ്യമുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് അധികാരം കിട്ടി, സീറ്റ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ UPA എന്ന് പറയുന്ന മുന്നണി ഉണ്ടാക്കി. എന്നിട്ടും സീറ്റ് കുറച്ച് കുറവായി വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ പിന്തുണ പുറത്തു നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരെയും കൂട്ടി നമ്മളൊരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി. ആ പൊതു മിനിമം പരിപാടിയിലേക്ക് നമ്മുടെ പദ്ധതി എന്ന നിലയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ നമ്മൾ എഴുതി ചേർത്തു. 2004 അധികാരത്തിൽ വന്ന് വെറും ഒരു വർഷത്തിനകത്ത് 2005 നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുത്ത് അവർ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്, ഞങ്ങളുടെ പിന്തുണ കൊണ്ടുണ്ടായ പദ്ധതിയാണ്, ഞങ്ങൾ പുറത്തു നിന്ന് പിന്തുണച്ചതുകൊണ്ടാണ്, ഞങ്ങൾ കോർ കമ്മിറ്റി യോഗത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടത് കൊണ്ടാണ്, ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ. ആ നിലയിൽ അവർ മുന്നോട്ട് വരികയാണ്. അവരുടെ ആ കപട വാഗ്ദാനങ്ങളല്ല, ഒരു നുണയെ 100 തവണ ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഗീബൽസിയൻ തന്ത്രങ്ങളിലല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് വിശ്വാസം അർപ്പിക്കുന്നത്. മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഇന്നലകളിലെ യാഥാർത്ഥ്യം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പോലെ, വിവരാവകാശ നിയമത്തെ പോലെ, ഭക്ഷ്യസുരക്ഷാ നിയമത്തെ പോലെ, സേവനാവകാശ നിയമത്തെ പോലെ, വനാവകാശ നിയമത്തെ പോലെ ഭൂമി വികസന ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ മതിയായ, മാന്യമായ, തൃപ്തികരമായ, സന്തോഷകരമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്ന തരത്തിൽ നമ്മൾ ലാൻഡ് അക്വിസിഷൻ നിയമത്തിൽ വരുത്തിയ ഭേദഗതികളെ പോലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഭേദഗതികളും പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഞാൻ കേട്ടില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ, പുനർനിർമ്മിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അവസരമാണ്. ഒരുപക്ഷെ അവസാനത്തെ അവസരമാണ്. അതിനെ ആ നിലയിലുള്ള ഗൗരവത്തോടു കൂടി സമീപിക്കണം. നമ്മളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന തരത്തിൽ നിരന്തരമായി കാലഹരണപ്പെട്ട രാഷ്ട്രീയവുമായിട്ട് കടന്നു വരുന്ന ആളുകൾ, അവരെ കുറച്ചു കാലത്തേക്ക് മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. കാലങ്ങൾ പഴക്കമുള്ള കോൺഗ്രസ് വിരുദ്ധത അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്കായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസമാധാനം കെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധിക്ക് പോലും പറയേണ്ടി വന്നത്. വായിൽ വിരലിട്ട കടിക്കാത്ത മനുഷ്യനാണ്. ആ രാഹുൽ ഗാന്ധിക്ക് പോലും പറയേണ്ടി വരുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, BJP ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുമ്പോൾ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കുമ്പോൾ, ഭരണഘടന ഇല്ലാതാക്കുമ്പോൾ, അപ്പോഴും 24 മണിക്കൂർ എന്റെ പുറകെ നടന്ന് ഈ ചൊറിയാൻ നിങ്ങൾക്ക് നാണമില്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ യഥാർത്ഥ ഒരു തർജ്ജമ അതാണ്. ഷാഫി പറമ്പിൽ കുറെ കൂടി മനോഹരമായിട്ട് അത് തർജ്ജമ ചെയ്തു എന്നുള്ളൂ. അതിന്റെ പച്ചമലയാളം ഇതാണ്. ഞാനത് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിമർശനം എനിക്ക് സന്തോഷമാണ്. പക്ഷെ എനിക്കെതിരെ 2 മണിക്കൂർ സംസാരിക്കുമ്പോൾ 2 മിനിറ്റെങ്കിലും ആ മോദിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചും RSSനെ കുറിച്ചും ഒന്ന് പറഞ്ഞൂടെ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധിക്ക് വരെ ചോദിക്കേണ്ടി വരുമ്പോ എത്ര അപഹാസ്യമായ രാഷ്ട്രീയമാണ് നമ്മുടെ എതിരാളികൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ അവരവരുടെ പണിയുമായിട്ട് പോട്ടെ. അവരെ സംബന്ധിച്ചുള്ള ഏക ടെൻഷൻ ഈനാമ്പേച്ചി വേണോ മരപ്പട്ടി വേണോ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ടെൻഷൻ നരേന്ദ്രമോദിയെ എങ്ങനെ താഴെ ഇറക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നണി പോരാളിയായി പ്രിയപ്പെട്ട സമദാനി സാഹിബ് ചരിത്ര ഭൂരിപക്ഷത്തിൽ
വീണ്ടും ഒരിക്കൽ കൂടി പാർലമെന്റിലെത്തും. ഇത്തവണ അത് നമ്മുടെ പൊന്നാനിയുടെ പ്രതിനിധിയായിട്ടാണ് എന്നുള്ള അഭിമാനത്തിൽ നമ്മളും പങ്കുചേരും. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ, വിജയാശംസകൾ. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ജയ് യു ഡി എഫ്.